മാസങ്ങൾ നീണ്ട യുദ്ധത്തിന് ശേഷം ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ച വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെട്ടതോടെ പശ്ചിമേഷ്യ വീണ്ടും കടുത്ത യുദ്ധഭീതിയിലേക്ക്. ഹോർമൂസ് കടലിടുക്കിൽ വെച്ച് അന്താരാഷ്ട്ര വാണിജ്യ കപ്പലിന് നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് മറുപടിയായി യുഎസ് സൈന്യം ഇറാന്റെ മണ്ണിൽ അതിശക്തമായ വ്യോമാക്രമണം നടത്തി. ഇറാന്റെ മിസൈൽ ഡ്രോൺ സംഭരണ കേന്ദ്രങ്ങളും തീരദേശ റഡാർ സംവിധാനങ്ങളും തകർത്തതായി വ്യക്തമാക്കുന്ന 37 സെക്കൻഡ് ദൈർഘ്യമുള്ള ആക്രമണ ദൃശ്യങ്ങളും അമേരിക്ക ഔദ്യോഗികമായി പുറത്തുവിട്ടു. ജൂൺ 25-ന് ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോയ MV എവർ ലവ്ലി എന്ന സിംഗപ്പൂർ പതാകയുള്ള വാണിജ്യ കപ്പലിന് നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിനുള്ള തക്കതായ മറുപടിയാണിതെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. കരാർ ലംഘിച്ചുള്ള ഇറാന്റെ നീക്കങ്ങളെ കടുത്ത ഭാഷയിലാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈസ് പ്രസിഡന്റ് JD വാൻസും വിമർശിച്ചത്. ചരക്ക് കപ്പലിന് നേരെ ഇറാൻ നടത്തിയത് ബുദ്ധിശൂന്യമായ വെടിനിർത്തൽ ലംഘനമാണ്. അന്താരാഷ്ട്ര വ്യാപാര പാതയിലെ കപ്പലുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തകർക്കുവാൻ ആരെയും അനുവദിക്കില്ല. ആക്രമിച്ചാൽ അതേ മാതൃകയിൽ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് വൈസ് പ്രസിഡന്റ് JD വാൻസും എക്സിലൂടെ മുന്നറിയിപ്പ് നൽകി. ഇറാൻ ഒരു വെടിനിർത്തൽ കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട്, ഞങ്ങൾ അത് മാനിക്കുന്നു, എന്നാൽ ഞങ്ങളെ ആക്രമിച്ചാൽ അതേ രീതിയിൽ തിരിച്ചടിക്കുമെന്ന് വാൻസ് കുറിച്ചു. ആഗോളതലത്തിലെ എണ്ണ LNG വിതരണത്തിന്റെ 1/5 കടന്നുപോകുന്ന ഹോർമൂസ് പാതയിലെ കപ്പലുകൾക്ക് US സൈന്യം സംരക്ഷണം തുടരുമെന്നും അമേരിക്ക വ്യക്തമാക്കി. ആക്രമണം നടന്ന സ്ഥലം അമേരിക്ക ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഇറാന്റെ തെക്കൻ തുറമുഖ നഗരമായ സിറിയയിലെ താഹ്റൂയ പിയറിൽ അതിശക്തമായ സ്ഫോടന ശബ്ദം കേട്ടതായി ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷൻ സ്ഥിരീകരിച്ചു.